ഭയങ്കരമായിട്ട് അമ്മയുടെ മുളകിട്ട മീൻകറി കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പോൾ ഇന്ന് കുറച്ച് നെത്തലുണ്ട്, നെത്തോലി നിങ്ങളെന്നാണ് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മൾ നെത്തൽ എന്നാണ് പറയുക. അപ്പോൾ കുഞ്ഞ് നെത്തലാണ്. അപ്പോൾ നെത്തൽ മുളകിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അപ്പം തന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് പറയണം. അപ്പോൾ ആ കൊതി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു നാടൻ ഒരു ടൈപ്പ് ഉണ്ടല്ലോ മുളകിട്ട, അപ്പോൾ അത് തലശ്ശേരിക്കാരുടെ മുളകിട്ടതല്ല, ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മുളകിട്ട. അപ്പോൾ അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അമ്മ സ്പെഷ്യൽ മുളകിട്ട മീൻകറിയുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് വേണമെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മളുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഈ നെത്തോലിയിൽ കളർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി വരുന്നു. കുഞ്ഞി അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിട്ടില്ലെങ്കിലും അത് വേറെ ഒരു ടേസ്റ്റാണ്. നമ്മളുടെ മാങ്ങ ഉപ്പിലിട്ട ഈ കുഞ്ഞ് നെത്തോലിയും ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ മുളകിട്ട കറി വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മുളകിട്ട കറി പല നാട്ടിൽ പല രീതിയിലാണ് വെക്കുന്നത്. ഓരോന്നിനും ഓരോ ടേസ്റ്റായിരിക്കും. ഇത് എൻ്റെ അമ്മ വെക്കുന്ന ടൈപ്പാണ് ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചു തീർക്കട്ടെ. എല്ലാവരും എൻജോയ് ചെയ്തോ. അടുത്ത തീറ്റി മത്സരമായിട്ട് അടുത്ത